ഇവിടെ ഒരാൾ സ്റ്റേജ് ഷോ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അയാളുടെ കയ്യിലെ പപ്പറ്റ് തനിയെ മൂവ് ആവാൻ തുടങ്ങുന്നു. അയാൾ ഷോ അവസാനിപ്പിക്കാമെന്ന് വിചാരിക്കുമ്പോൾ ആ പപ്പറ്റ് ഇവനെ തട്ടിക്കൊണ്ടു പോവുകയാണെന്ന് പറഞ്ഞ് നിലവിളിക്കുന്നു. അപ്പോൾ അയാൾ അതിന്റെ വാപത്താൻ ശ്രമിക്കുമ്പോൾ അത് കയ്യിൽ കടിക്കുന്നു. ആദ്യം അയാൾ അത് തന്നെ തോന്നലാണെന്ന് വിചാരിക്കുന്നു. പക്ഷെ അയാളുടെ കയ്യിലെ പല്ലിന്റെ അടയാളം കണ്ടതും അത് തോന്നലല്ലെന്ന് അയാൾക്ക് മനസ്സിലാവുന്നു. അതേസമയം കണ്ണാടിയിലേക്ക് നോക്കുമ്പോൾ വേറൊരു വശത്തേക്ക് നോക്കിയിരുന്ന പപ്പറ്റ് ഇപ്പോൾ അയാളെ നോക്കിയിരിക്കുന്നു. അത് കണ്ട് ഷോക്കായ അയാൾ ഇക്കാര്യം മാനേജറിനോട് പറയുന്നു. മാനേജർ അത് കാര്യമാക്കാതെ കുറെ നാളായി അയാൾ ഒരേ റോൾ തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ തോന്നുന്നതെന്ന് പറയുന്നു. ഒരു ചേഞ്ചിന് വേണ്ടി ആ പപ്പറ്റിനെ ഒരു പെട്ടിയിൽ അടച്ച് പുതിയൊരു പപ്പറ്റിനെ വെച്ച് ആ ഷോ അവസാനിപ്പിക്കുന്നു. പക്ഷെ ഷോ അവസാനിപ്പിച്ച അയാൾ പുറത്തേക്ക് വരുമ്പോൾ എവിടെ നോക്കിയാലും ആ പപ്പറ്റിന്റെ വോയിസ് തന്നെ കേട്ടുകൊണ്ടിരിക്കുന്നു. ഉടനെ അയാൾ വന്ന് പെട്ടിയിലുണ്ടായിരുന്ന ആ പപ്പറ്റിനെ പുറത്തെടുത്ത് അടിച്ചു പൊട്ടിക്കുന്നു. പക്ഷെ ആ പപ്പറ്റിന്റെ വോയിസ് വീണ്ടും കേട്ടുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അയാൾ ലൈറ്റ് ഓൺ ചെയ്ത് നോക്കുമ്പോൾ ആ പപ്പറ്റ് അവിടെയുള്ള സോഫയിൽ ഒരു കുഴപ്പവുമില്ലാതെ ഇരിക്കുന്നു. പിറ്റേ ദിവസം പപ്പറ്റ് ഷോ നടക്കുമ്പോൾ എന്തോ പ്രോബ്ലം ഉള്ളതായി തോന്നുന്നു. നോക്കുമ്പോൾ ആ പപ്പറ്റ് ഇപ്പോൾ അയാളെ പപ്പറ്റാക്കി മാറ്റി പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്നു.